ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാട് സർക്കാർ തിരുത്തും. ആചാര സംരക്ഷണത്തെ ആയിരിക്കും സർക്കാർ ഇനി പിന്തുണയ്ക്കുക. വൈകിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. നാളെയാണ് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കേണ്ടത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, മുൻ നിലപാട് തിരുത്തി ആചാര സംരക്ഷണത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് CPM ഇടക്കാലത്ത് തന്നെ പോയതാണ്. പക്ഷേ അത് ഔദ്യോഗികമായി കോടതിയെ അറിയിക്കുക എന്ന് പറയുമ്പോൾ സർക്കാർ നിലപാട് മാറ്റി എന്ന പ്രഖ്യാപനം കൂടിയാണത്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടിയാവുമ്പോൾ അതിന് ഏറെ ശ്രദ്ധയുമുണ്ട്. എപ്പോഴായിരിക്കും ഇത് ഔദ്യോഗികമായൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കോടതിയിൽ എത്തും മുൻപ് തന്നെ ഈ നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവിക്കുന്ന ഒരു രീതി ഉണ്ടാവുമോ? ശ്രീജ, ഏതായാലും ഇന്ന് 5:30 മണിയോടുകൂടി മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇതിൽ ഔദ്യോഗികമായൊരു തീരുമാനത്തിലേക്ക്, ഏതൊക്കെ തരത്തിൽ മറുപടി നൽകണമെന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുക. ഏതായാലും CPM ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ഈ വിഷയത്തിൽ ഇനി പണ്ട് തുടർന്നു വന്നിരുന്ന കർക്കശ നിലപാട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രാഷ്ട്രീയമായ ഒരു നിലപാട് പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഭരണപരമായ നിലപാടാണ് പ്രധാനം എന്നുള്ളത് CPM തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി കൃത്യമായി തന്നെ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. ആചാരം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ആചാരത്തിനൊപ്പമാണ് എപ്പോഴും CPM എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ആ തരത്തിൽ അങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി വലിയ തിരച്ചടി ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ കരുതിക്കൂട്ടി അല്ലെങ്കിൽ ഒരു എഴുതിക്കൊണ്ടുവന്ന തരത്തിലൊരു പ്രതികരണമാണ് സംസ്ഥാന സെക്രട്ടറിയായുള്ള MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെയൊന്ന് തുറന്ന് ആ വിധിയെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന തരത്തിലൊരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ വ്യാഖ്യാനിക്കാനും മറുപടി പറയാനും മുതിരേണ്ടി വരും. ഇപ്പോൾ നിലവിലേതായാലും CPM-ന്റെ നയപരമായ നിലപാടല്ല സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഏതായാലും മുൻപ് സ്വീകരിച്ചിരുന്ന ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് തന്നെയാണ് CPM ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ആ നിലപാട് ആണ് ഇപ്പോൾ CPM-നുള്ളത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതരുമായും അതോടൊപ്പം ഈ മേഖലയുമായി നിൽക്കുന്ന ആളുകളുമായി കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ആവശ്യകതയുള്ളൂ. ഒപ്പം ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് 7 ചോദ്യങ്ങളാണ്. അത് ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി നൽകേണ്ടത്. അത് സർക്കാർ നിയമപരമായി കാര്യങ്ങൾ പരിശോധിച്ച് നൽകുമെന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്, CPM വ്യക്തമാക്കുന്നത്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. നിലപാട് പാർട്ടി ഔദ്യോഗികമായി പറയുന്നു. സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനത്തിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നാളെയായിരിക്കും കോടതിയെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കുക.